വെൽക്കം ടു ഹിസ്റ്ററി ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത ബ്രിട്ടീഷുകാരുടെ ഭരണവും ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പും അതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. അടുത്ത ടോപ്പിക് ആധുനിക വ്യവസായങ്ങളുടെ ആരംഭവും തൊഴിലാളികളുടെ അവസ്ഥയും. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ധാരാളം ആധുനിക വ്യവസായങ്ങൾ തുടങ്ങി. എന്നാൽ ഇവയുടെ എണ്ണം വളരെ പരിമിതമായിരുന്നു. തോട്ടം വ്യവസായമായിരുന്നു അവർ ആദ്യം സ്ഥാപിച്ചത്. തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങളും ഇതോടുകൂടി ആരംഭിച്ചു. ഇത്തരം വ്യവസായങ്ങളിലെ തൊഴിലാളികളും ചൂഷണത്തിന് ഇരയായി. അവരുടെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവർക്ക് മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം ഉണ്ടായിരുന്നു. കുറഞ്ഞ കൂലിയായിരുന്നു. അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ എന്ന് പറഞ്ഞാൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്യേണ്ട അവസ്ഥയും താമസിക്കേണ്ട അവസ്ഥയൊക്കെ അവർക്കുണ്ടായിരുന്നു. എന്നിവയായിരുന്നു ഇവരുടെ പ്രശ്നങ്ങൾ. അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രശ്നങ്ങളില്ല. എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുവന്ന് പരിഹരിക്കാനുമുള്ള തൊഴിലാളി സംഘടനകൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും ചൂഷണം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ തൊഴിലാളികൾ സമരത്തിനിറങ്ങി. ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെയൊക്കെ സമരം ഇത്തരത്തിലുള്ള സമരങ്ങൾക്ക് ഉദാഹരണമാണ്. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ തരത്തിലുള്ള ജനവിഭാഗങ്ങളെയും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെയും കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഈ പ്രക്ഷോഭങ്ങളൊന്നും തന്നെ അതത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് വന്നില്ല. എന്ന് പറഞ്ഞാൽ അവരെവിടെയാണോ സമരം ചെയ്യുന്നത് ആ ഒരു പ്രദേശത്തിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന സമരങ്ങളായിട്ട് മാത്രം മാറി. ഇത് രാജ്യം മുഴുവൻ വ്യാപിക്കുന്ന ഒരു വലിയ സമരമായിട്ട് ഒരിക്കലും മാറിയില്ല. എന്നാൽ 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരായി സംഘടിത കലാപത്തിന് തുടക്കം കുറിച്ചു. ഇതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് എത്തിച്ചേരാൻ കാരണമാവുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1857 മെയ് 11 പുലർക്കാലം വലിയൊരു ആരവം കേട്ടാണ് ഡൽഹിയിലെ ജനങ്ങൾ എഴുന്നേറ്റത്. മീററ്റിൽ നിന്ന് യമുനാ നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിലെത്തുകയാണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റ്, ഉത്തർപ്രദേശിലെ മീററ്റിലാണ്. അവരിൽ ശിപ്പായികൾ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും ധാരാളം ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. ഡൽഹിയിലെ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ വ്യാപിച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഇന്ത്യയിൽ നടന്ന ഒരു കലാപമാണ് 1857 വിപ്ലവം. ഈ വിപ്ലവം പൊട്ടിപ്പുറപ്പെടുന്നത് ഉത്തർപ്രദേശിലെ മീററ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊല്ലുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തീയിട്ട് നശിപ്പിക്കുകയും പിന്നീട് ഡൽഹിയിലെ സുൽത്താനായിട്ട് ചക്രവർത്തിയായിട്ട് ആരെ എടുക്കുകയും ചെയ്തു? ബഹദൂർ ഷാ രണ്ടാമനെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത് 1857 കലാപത്തിന് വിവരണമാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് ഇതിനെ ശിപ്പായി ലഹള എന്നും വിളിക്കാറുണ്ട്. എന്തായിരുന്നു അവരെ കലാപത്തിലേക്ക് നയിക്കാൻ കാരണം? തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നേരിട്ട അവഹേളനവും. ശിപ്പായികൾ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരാണ്. അവർ ഈ ബ്രിട്ടീഷുകാരുടെ സേനയിൽ പങ്കെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരിൽ നിന്ന് തുച്ഛമായ ശമ്പളവും പിന്നെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളന അതായിരുന്നു ശിപ്പായിമാരുടെ അതൃപ്തിക്ക് കാരണം. ഈ സൈനികർ പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചരണം അവരെ പ്രകോപിച്ചു. അതായത് ബ്രിട്ടീഷുകാർ പുതിയതായിട്ടൊരു എൻഫീൽഡ് തോക്ക് യൂസ് ചെയ്യാൻ തുടങ്ങി. ഈ തോക്കിൽ ഉപയോഗിക്കുന്ന കൊഴുപ്പ് പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണെന്ന് ഒരു പ്രചാരണം വന്നു. പശുക്കൾ ഹിന്ദുക്കളുടെ ഒരു ആരാധന പോലുള്ള ഒരു ഇതാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു ഇത്. അതായത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു ഈ പശുവിനെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിക്കുന്നത്. പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിമാരെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിച്ചു. ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന സൈനികൻ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വെടിയുതിർത്തു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ അവർ വിചാരണ ചെയ്ത് തൂക്കിക്കൊന്നു.
രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കെടുത്തു. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായി ബാധിച്ചിരുന്നു. ദത്തവകാശ നിരോധന നിയമത്തിനു പുറമെ ദുർഭരണക്കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചടക്കി. ഇത് രാജാക്കന്മാരെ കലാപം നയിക്കാൻ പ്രേരിപ്പിച്ചു. എന്താണ് ദത്തവകാശ നിരോധന നിയമം? ഒരു രാജാവിന് കുഞ്ഞില്ലെങ്കിൽ അവർക്ക് ദത്തെടുത്തിട്ട് ആ ദത്തെടുത്ത ആളെ രാജാവായിട്ട് പ്രഖ്യാപിക്കാമായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ അതെന്ത് ചെയ്തു? ഇല്ലാതാക്കി. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം വന്നു. ദത്തവകാശ നിരോധന നിയമപ്രകാരം കുഞ്ഞുങ്ങളില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ രാജാവിനെ ദത്തെടുത്ത് അവർ രാജാവായിട്ട് വായിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള രാജാക്കന്മാരുടെ മുഴുവൻ സ്വത്തുക്കളും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? കീഴടക്കും. അതിനാണ് ഇവർ ഈ ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത്. രാജാക്കന്മാർക്കും ശിപ്പായികൾക്കുമൊപ്പം സാധാരണ ജനങ്ങളും കലാപത്തിൽ പങ്കെടുത്തു. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ തീയിട്ടു. സാധാരണക്കാരായ കർഷകരുടെയും കരകൗശല തൊഴിലാളികളുടെയും പങ്കാളിത്തമായിരുന്നു കലാപത്തിൻ്റെ പ്രധാന പ്രത്യേകത. അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേർ സാധാരണ ജനങ്ങളായിരുന്നു. അവധ് പറഞ്ഞാൽ കലാപം നടന്നൊരു സ്ഥലമാണ് കേട്ടോ. ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു കലാപത്തിൻ്റെ യഥാർത്ഥ ശക്തി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒത്തുചേർന്നിട്ട് നിന്നതാണ് ഈ ഒരു വിജയത്തിന് കാരണം. സൈനികരുടെയും ജനങ്ങളുടെയും നേതാക്കളുടെയും ഇടയിൽ പരിപൂർണ സഹകരണം നിലനിന്നിരുന്നു. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡൽഹി, ഝാൻസി, ലക്നൗ, കാൺപൂർ, ഫൈസാബാദ് ഇതൊക്കെ കലാപം നടന്ന പ്രധാന കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികൾ ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹൽ, കാൺപൂരിൽ താന്തിയ തോപ്പി നാനാ സാഹിബും, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള എന്നിവരെല്ലാം നേതൃത്വം കൊടുത്തു. ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിനുള്ളിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരിക്ക് കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായും ഇല്ലാതാക്കി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് വിമുക്തമാകാനുള്ള ഇന്ത്യൻ ജനതയുടെ ആദ്യത്തെ മഹത്തമായ സമരമായിരുന്നു ഇത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഈ കലാപം ഉണ്ടാക്കി. ഇന്ത്യയുടെ ഭരണം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അക്കാലത്തെ പട്ടിണി മകരങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നു. 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വർഷ വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം ജനങ്ങളാണ് മരിച്ചു പോയത്. അപ്പം ഇതൊന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ.